ആലപ്പുഴയിൽ പേവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 11 വയസ്സുകാരൻ മരിച്ചതിൽ ഇടപെട്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ആലപ്പുഴ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. ചാരുമൂട് സ്മിത നിവാസിൽ ശ്രാവൺ ഡി കൃഷ്ണയാണ് മരിച്ചത്. ദേവൻ MP ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, അത്യന്തം ദാരുണമായൊരു മരണമാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആലപ്പുഴയിൽ പേവിഷബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 11കാരൻ മരിച്ചത്. ആ വിഷയത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെടുകയാണ്. ആലപ്പുഴ ജില്ലാ കളക്ടറോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇപ്പോൾ ചാരുമൂട് സ്മിത നിവാസിൽ ശ്രാവൺ ഡി കൃഷ്ണയാണ് മരിച്ചത്. ദേവൻ തുടരുന്നുണ്ട്. ദേവൻ, വിശദാംശങ്ങൾ. ലക്ഷ്മി പോലെ തന്നെ ഏറെ ആ ഒരു പ്രദേശത്തെ ഏറെ ദുഃഖത്തിലായിരുന്ന ഒരു സംഭവമായിരുന്നു ചാരുമൂട് സ്മിത നിവാസിൽ ശ്രാവൺ ഡി കൃഷ്ണയുടെ മരണം. 2 മാസം മുൻപ് ഇത്തരത്തിൽ സൈക്കിളിൽ നിന്ന് വീണ സമയത്ത് തെരുവുനായ ദേഹത്തേക്ക് ചാടിക്കയറുകയും എന്നാൽ അന്ന് മുറിപ്പാടുകളൊന്നും ഇല്ലാതിരുന്നാൽ ആ ഒരു തെരുവുനായയുടെ കടിയൊക്കെ ഗൗരവത്തിലെടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ 2 മാസത്തിന് ശേഷം ഈ പനി വരികയും പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിക്കുകയും തുടർന്ന് ഈ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ കൂടി ഇപ്പോൾ ഇടപെടുകയാണ്. ഈ ജില്ലാ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഈ ഒരു കേസ് ചാരുമൂലിലുണ്ടായിരിക്കുന്ന സംഭവത്തിന് പുറമെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരുന്നു. ഹരിപ്പാട് വള്ളികുന്നടക്കം ഒരു പ്രദേശത്തെ 6ലധികം ആൾക്കാരെ തെരുവുനായ ആക്രമിക്കുന്ന ഒരു സംഭവമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഉണ്ടായ തെരുവുനായ ആക്രമണവും അതിൽ ജില്ലാ ഭരണകൂടം എടുക്കുന്ന പ്രതിരോധ നടപടികൾ എന്തൊക്കെയാണെന്നും ആണ് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറോടാണ് ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലക്ഷ്മി.